അങ്ങനെ നമ്മുടെ തേർഡ് ഡേ ആയി ട്രെയിനിൽ ഇന്ന് നമ്മൾ ഗുവാഹട്ടി റീച്ച് ആവും. രാവിലെ തന്നെ അത് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാനുള്ള തിരക്കാണ് ആൾക്കാരുടെ. ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തേ ഉള്ളൂ. നമ്മൾ എപ്പോഴും പോലെ ആപ്പിളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് നമ്മുടെ ബ്രഹ്മപുത്ര റിവറാണ്, അതിൻ്റെ മുകളിൽ കൂടെയാണ് ഈ ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാഗ് പാക്ക് ചെയ്ത് നമ്മളത് ഗുവാഹട്ടി ഇറങ്ങി. അപ്പോൾ നമ്മൾ വന്ന ട്രെയിനാണ് ഇത്. നമ്മൾ ഗുവാഹട്ടി റീച്ച് ആയി കഴിഞ്ഞ് നമ്മുടെ ട്രിപ്പിൽ വന്ന ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്തു, അങ്ങനെ കണ്ടു. നമ്മുടെ ഗൈഡാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസൊക്കെ തരുന്നുണ്ട്. നമ്മളൊരു ലോഞ്ചിലൊരു 1 hour ടൈം എടുത്തിട്ട് നമ്മളവിടെ കുളിച്ച് ഫ്രഷ് ആവാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലുള്ള ലോഞ്ചിൽ കയറി. അങ്ങനെ നമ്മൾ കുളിച്ച് റെഡിയായി ഫ്രഷായി. നമ്മൾ ഇനി ട്രിപ്പ് മോഡ് ഓണാണ്. അപ്പോൾ നമുക്ക് പോകേണ്ട വണ്ടി ഇതാണ്. നമ്മുടെ ട്രിപ്പിൽ അവർ ഏർപ്പാടാക്കിയിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് ഗുവാഹട്ടി സ്റ്റേഷൻ, ഇത് അസ്സാമിലാണുള്ളത്. അപ്പോൾ നമ്മൾ ലഞ്ച് ടൈം ആയിരുന്നു റീച്ച് ആയത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ വണ്ടി കയറി. ഇനി നമ്മൾ ഈ അസ്സാമിൽ നിന്ന് നമ്മളിനി എവിടേക്കാണ് പോകുന്നത്? മേഘാലയയിലേക്ക് പോവുകയാണ്. അസ്സാമിൽ നല്ല പൊരി വെയിലാണ്, നല്ല ചൂടുണ്ടായിരുന്നു, ഒരു രക്ഷയില്ല. അത് മേഘാലയയിലേക്ക് നമ്മൾ ആ ഒരു ബ്ലോക്കും ആ ഒരു ടൗണിനൊക്കെ മാറി മേഘാലയയിലേക്ക് പോയി. അങ്ങനെ മേഘാലയ എത്തി. അത് അടുത്തൊരു വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ അവിടുത്തെ ഒരു ലേക്കൊക്കെ കണ്ടു. അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ടൊരു ഇടയിലൊരു സ്ഥലത്ത് നിർത്തി. അപ്പോൾ അവിടെ ആ ചായക്കടയിൽ കുറേ നോൺ വെജ് ഐറ്റംസൊക്കെ അവർ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ ഷില്ലോങ്ങിലേക്ക് പോവുകയാണ്. നല്ല ബ്ലോക്ക് ഉണ്ട്. ഷില്ലോങ്ങിലാണ് നമ്മുടെ നൈറ്റ് സ്റ്റേ ഉള്ളത്. നാളെയാണ് നമ്മുടെ ട്രിപ്പ് ശരിക്കും സ്റ്റാർട്ടാവുന്നത്. ഇന്നത്തെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷില്ലോങ്ങിലുള്ള പോലീസ് ബസാർ എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റ്, നമ്മുടെ SM സ്ട്രീറ്റും ബ്രോഡ്വേ പോലുള്ളൊരു മാർക്കറ്റിൽ നമ്മളിന്ന് പർച്ചേസ് ചെയ്യും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവണമെന്നില്ല. ഇന്നാണ് നമ്മുടെ പർച്ചേസ്. കുറച്ച് സാധനങ്ങളൊക്കെ ചുറ്റിക്കണ്ടു, ചിലതൊക്കെ വാങ്ങി, ചിലതൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി അതിനുശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. നല്ല ടയേർഡ് ഉണ്ട് എല്ലാവരും. റൂമിലെത്തി നമ്മൾ കിടന്നുറങ്ങുകയാണ്. നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.